ഹലോ, ഇന്ന് ഈ വിയറ്റ്നാം പെൺകുട്ടിന്റെ കൂടെയാണ് ഇന്നൊരു ദിവസം മുഴുവൻ കറങ്ങാൻ പോണത്. ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുന്നത് വിയറ്റ്നാമിലെ ഒരു ട്രെയിനിന്റെ ഉള്ളിന്നാണ്. അങ്ങനെ എന്റെ സ്റ്റോപ്പ് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങിയത് നമ്മുടെ പേരും പിടിച്ച ബോർഡും പിടിച്ചിട്ട് ഇതുപോലെ നമ്മളെ വിളിക്കാൻ ആളുകൾ നിൽക്കും. എന്നെ വിളിക്കാൻ വരുന്ന ആൾ 5 മിനിറ്റ് വൈകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ഇപ്പൊ ചായ വാങ്ങാൻ നിൽക്കുകയാണ്. ഒരു പാൽ കോഫിക്ക് 35,000 രൂപയാണ് വിയറ്റ്നാമത്തെ. എന്റെ കയ്യിൽ 40,000 നോട്ട് ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഞാനിപ്പോ കോഫി വാങ്ങിച്ചിട്ടുണ്ട്. കോഫി കാണാനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് എങ്ങനെ കുടിക്കണമെന്ന് മാത്രം പിടികിട്ടുന്നില്ല. എന്തായാലും വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് ഞാനിത് കുടിക്കുകയാണ്. ഇതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എന്റെ മുഖത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ചായ എന്നെ പറ്റുള്ളൂ. അങ്ങനെ എന്നെ വിളിക്കുന്ന ആള് വന്ന് ഞാനിപ്പോ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടി പോലെ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഡ്രൈവർ എന്നെ പാക്കേജ് എടുത്ത ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഓഫീസ് എത്തിയത് 3 ദിവസത്തെ പരിപാടികൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് വാന്ന് പറഞ്ഞ് വിട്ടാക്കി. ഞാനാണെങ്കിൽ ഫ്രൂട്ട്സും പന്നും മാത്രമേ കഴിക്കണുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് ഇതുപോലെ ഒരു മാപ്പ് തന്നിട്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിട്ടാക്കി. അങ്ങനെ ആകാശത്തെ കൂടെ പോണ റോപ്പ് കാർ കയറി ഞാനിപ്പോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുറെ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് തന്നെ നടന്നു പോവാണ്. അങ്ങനെ തിരിച്ചെത്തിയതും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. ഇവിടുത്തെ എല്ലാ ആളുകളും ഇതുപോലെ 2 കോല് കൊണ്ടാണ് കഴിക്കുക. ഞാനും അതുപോലെ കോല് കൊണ്ട് കഴിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ചേച്ചി വന്നിട്ട്, ഹലോ ഇന്ദ്രജിത്ത്, എന്റെ പേര് സു, ഞാനാണ് ഇനി നിങ്ങളുടെ 2 ദിവസത്തെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അത്ര പിന്നെ ഇന്നത്തെ താമസം എന്റെ ഹോം സ്റ്റേയിലാണ്. നിങ്ങളുടെ വലിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഓഫീസിൽ വെച്ചോ, കാരണം 9 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് ഇത്ര പോകുന്നത്. അങ്ങനെ എന്റെ കുഞ്ഞു ബാഗിൽ 2 ജോഡി ഡ്രസ്സ് ആക്കി വെച്ചിട്ട് ഞാൻ സൂവിന്റെ ഒപ്പം നടക്കാൻ തുടങ്ങി. ഞാൻ നടക്കാൻ തുടങ്ങിയത് നല്ല മഴ, അതുകൊണ്ട് അവരൊരു 100 രൂപ കോട്ട് തന്ന് ഞാനിപ്പോൾ അത് ഇട്ടിട്ടാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളുടെ ആൾക്കൂട്ടത്തിൽ സു എന്ന് വിളിച്ചാൽ നല്ല അടി കിട്ടും. ഇവിടെ പെൺകുട്ടിന്റെ പേര് സു എന്നാണ്. അങ്ങനെ സൂവിന്റെ ഒപ്പം നല്ല മഴയത്ത് യാത്ര തുടങ്ങി. സൂവിന് കുറച്ച് ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സംസാരിച്ചിട്ടാണ് പോണ വഴി കൂടെ പോണവരൊക്കെ ആയിട്ട് കമ്പനി ആയിട്ടാണ് പോണത്. ഫ്രണ്ടിൽ പോണ 2 ഇംഗ്ലണ്ടുകാരും സൂവിന്റെ വീട്ടിലുള്ളവരാണ്. അങ്ങനെ ഈ കാണുന്ന കാടും മലയും കയറിയിട്ട് വേണം നമ്മൾ പോകാൻ. അങ്ങനെ കാടും മലയും കുന്നും വെള്ളച്ചാട്ടമൊക്കെ കയറി ഇറങ്ങി നടക്കുക. അങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ റെസ്റ്റോറന്റ് വന്നപ്പോൾ ആ നാട്ടിലത്തെ 60,000 രൂപ കൊടുത്ത് നല്ല കരിക്ക് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഈ കാണുന്ന ചേച്ചിന്റെ പേഴ്സും വാങ്ങിച്ച് നേരെ നടക്കാൻ തുടങ്ങി ആ ചേച്ചിന്റെ വീട്ടിലേക്ക്. നടന്ന് കാലിന്റെ ഊപ്പാട് പോയി. ഈ കാണുന്ന ഗ്രാമത്താണ് ഞാനിന്ന് താമസിക്കാൻ പോകുന്നത്. പിന്നെ എന്റെ ഈ ബാക്കിൽ വരുന്നവർ ഞാൻ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞപ്പോൾ സഞ്ജു സാംസൺ, വിരാട് കോഹ്ലി, ധോണി ഇവരിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു. അവര് ക്രിക്കറ്റ് പ്രേമികളാണ്. ശേഷം ഞാൻ താമസിക്കുന്ന വീടെത്തി. ഇവിടെ എത്തിയത് ആദ്യം നല്ല വയറ് നിറയൊന്ന് ഭക്ഷണം കഴിച്ച് 9 കിലോമീറ്റർ നടന്നു വന്നതുകൊണ്ട് കാല് നല്ല വേദന. അതുകൊണ്ട് പഞ്ഞി പോലെയുള്ള കിടക്കയിലേക്കൊന്ന് മട്ടം അലച്ച് കിടന്ന് നല്ല ഒന്ന് കടന്നുറങ്ങട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം.